ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കുന്നോ? ഞാനിന്ന് നമ്മുടെ വീടിൻ്റെ ബാക്കിലുള്ള ഗാർഡനിലാണേ. ഈ വർഷം ശരിക്കും പറഞ്ഞാൽ പച്ചക്കറികളോ ഒന്നും അങ്ങനെ കൂടുതലും മേടിച്ച് നട്ടില്ല. അപ്പം ഇന്ന് വിചാരിച്ചു കുറച്ച് പച്ചക്കറിയും കുറച്ച് ചെടികളൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ സ്വന്തം ഹസ്കിൻസിൽ പോയി കുറച്ച് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടേ. നമ്മൾ ചിലപ്പം നമ്മുടെ നാട്ടിൽ പറഞ്ഞ 100 രൂപയ്ക്ക് വാങ്ങിക്കണമെന്ന് വിചാരിച്ച് അവിടെ ചെന്നാൽ ചിലപ്പോൾ 200 രൂപയ്ക്ക് മേടിച്ചു പോകും. അങ്ങനെയാണ് അവിടുത്തെ ഓരോ പച്ചക്കറികളുടെ ആ പുഷ്ടിമയും ആ പച്ചലയും എല്ലാം കാണുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് വാങ്ങിച്ചു പോവേ. ഞാനും അങ്ങനെ തന്നെ വാങ്ങിച്ചു എന്ന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം ഞാൻ വിചാരിച്ചു നമുക്കൊന്ന് ഒരുമിച്ച് നടാമെന്ന്. ഞങ്ങളുടെ ഗാർഡനാണ്. ഗാർഡനിൽ പുല്ലൊന്നും വെട്ടിയിട്ടില്ല, വെട്ടാൻ കിടക്കുവാണ്. ഇത് കണ്ടോ, ചിലപ്പോഴൊക്കെ എനിക്കിങ്ങനെ ഇഷ്ടമായി ഈ പുല്ലും. ഇത് നോക്കിയാൽ ഇല്ലി നോക്കിയാൽ, ഈ ഇല്ലി ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇല്ലിയല്ല, ഇത് അപ്പുറത്തെ വീട്ടുകാരുടെ ഇല്ലിയാണ്. അവിടെ നിന്ന് ഇതിന്റെ അടിയിൽ കൂടെ വേര് മുളച്ച് നമ്മുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുക. അപ്പോൾ അവിടെ ഒരു സ്ഥലത്ത് ഒരുപാടുണ്ടായിരുന്നേ. പക്ഷെ അതൊക്കെ ഞാൻ കഴിഞ്ഞ വർഷം എനിക്കൊന്ന് ആരൊക്കെയോ എന്നോട് അഡ്വൈസ് ചെയ്തു, ചൂടുവെള്ളം കൊണ്ടുവന്ന് ഒഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ മീതെ ഒരു ചാക്ക് പോലത്തെ ഒരു സാധനം ഇട്ടു. അപ്പോൾ അതൊന്നും പൊങ്ങി വരാതെ അവിടെ ഇങ്ങനെ അടിഞ്ഞു പോയി. പക്ഷെ അവന്മാരാരാ മുതല്, അവര് വേറെ സൈഡിൽ കൂടെ ഇതുണ്ട വന്നേക്കാണ്. പക്ഷെ അതങ്ങ് ഒടിച്ച് കളയാനും തോന്നണില്ല. അത് കണ്ടോ, എന്ത് രസാലേ. അല്ല, ഇതിങ്ങനെ കാണാൻ നല്ല ഭംഗിയുണ്ട്. പക്ഷെ ഇത് ഒരെണ്ണം വന്നിട്ടുണ്ടെങ്കിൽ അതങ്ങനെ ഒരുപാട് വരും. അപ്പൊ നമുക്കൊന്നും നടാനും ഒന്നും പറ്റൂല. അവിടേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, അവിടെയൊക്കെ ഇഷ്ടം പോലെ ഇല്ലേ. പിന്നെ നമ്മുടെ ഗാർഡനിൽ ഒരുപാട് സാധനങ്ങളൊന്നും ഇല്ല. ഇവിടെയൊക്കെ UK എല്ലാവരുടെയും ഗാർഡനിൽ ഒരുപാട് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഞാൻ സന്തോഷവതിയാണ്. കാരണം നിങ്ങൾ കണ്ടേക്കണ പോലെ ഇത് നമ്മുടെ ചെറിമരമാണ്. ചെറിമരം ഇതിനകത്ത് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ നേരത്തെ പറഞ്ഞ പോലെ റോസ്, അപ്പുറത്തുകാരുടെ റോസ് ഇപ്പോഴും ഉണ്ട് അവിടെ. പിന്നെ അതിന് അടുത്ത് തന്നെ ഒരു ഗൂസ്ബെറി ഉണ്ട്. ഗൂസ്ബെറി ഞാൻ ഇതൊന്ന് എടുത്ത് കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, ഇത് ഗൂസ്ബെറി ആണിതേ. ഇടുമ്പോൾ കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ, പക്ഷെ മുള്ള ഞാൻ തൊടുമ്പോൾ ചിലപ്പോൾ എൻ്റെ കൈമയാവും. ഇതേ അതിനിടയ്ക്ക് ഞങ്ങളുടെ കണ്ണൻകുട്ടിനും വന്നേക്കണം, എൻ്റെ കുട്ടാ. പിന്നെ എടാ ഞാനിതൊന്ന് കാണിക്കട്ടെ ഒന്ന്. പിന്നെ ഇത് ബ്ലൂബെറിയാണ്. ഇത് 2 വർഷം മുമ്പ് നട്ടതാ. പക്ഷെ ഇതിപ്പോൾ ഇത്രയും വന്നിട്ടുണ്ട്, കായൊന്നും ഉണ്ടായിട്ടില്ല, അത്രയേ ഉള്ളൂ. പിന്നെ ഒരു മുന്തിരി ഉണ്ട്, അത് ഞാൻ പിന്നെ കാണിച്ചു തരാം കേട്ടോ. അത് നോക്കിയേ, ഇതുണ്ടായി കിടക്കണം കേട്ടോ. ഇത് പഴുത്ത് കഴിയുമ്പോൾ നന്നായിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പം നമുക്ക് ഇന്നത്തെ നമ്മുടെ ദൗത്യം എന്ന് പറയുന്നത്, നമ്മൾ കുറച്ച് ചെടികളും പച്ചക്കറികളും ഒക്കെ നടാനായിട്ട് പോവാണ്. കർണൻകുട്ടനും ഉണ്ട് എൻ്റെ കൂടെ. കുറേ മേടിച്ചിട്ടുണ്ട്, കമ്പോസ്റ്റ് മേടിച്ചിട്ടുണ്ട്. പിന്നെ അതുകൂടാണ്ട് നമ്മുടെ ഇവിടെ അടുത്തൊരു വീട്ടിലെ കോഴിയെ വളർത്തുന്നുണ്ട്. അപ്പോൾ അവർ കോഴിവളം കൊടുക്കുന്നുണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ വർഷം വാങ്ങിച്ചുകൊണ്ടെന്താ. അപ്പോൾ കോഴിവളം ഉണ്ട്, മണ്ണ്, കമ്പോസ്റ്റ്. ഈ കമ്പോസ്റ്റിൽ തന്നെ വളമുണ്ട് ശരിക്കും പറഞ്ഞാൽ. എന്നാലും കുറച്ചും കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു ഇത്തിരി കോഴിവളം. കാരണം കോഴിവളത്തിന് ഭയങ്കര ചൂടാന്ന് പറഞ്ഞ്, അപ്പോൾ കുറച്ചിട്ടാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അതിടണം. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ കൂടെ ചെയ്യാനുണ്ട്. നമുക്ക് ആദ്യം എന്താ ചെയ്യേണ്ടത്, എനിക്ക് നമ്മുടെ കുറച്ച് ചീരയുടെ വിത്ത് തന്നു. ചീര, നമുക്ക് ചീരയുടെ വിത്ത് ഒന്ന് പാവിയാലോ. ആദ്യം ഇതൊന്ന് ഓപ്പൺ ചെയ്യട്ടെ കേട്ടോ. ചീര എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുള്ളതാണല്ലോ. ഇവിടെ ഈ സമയത്ത് ചീര പിടിച്ചു കിട്ടും. ഓക്കെ, കുറേ ഉണ്ട്. അപ്പം നമുക്ക് എനിക്കൊന്നത് 2 ചട്ടിയിലായിട്ട് പാവാൻ തോന്നുന്നു. ഞാൻ എടുത്തുകൊണ്ട് വരട്ടെ കേട്ടോ, ചട്ടി എടുത്തുകൊണ്ട് വരട്ടെ. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു സ്റ്റൂളും വയ്ക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ ചട്ടിയല്ല കേട്ടോ, ഇതൊരു ഇങ്ങനത്തെ ഒരു കണ്ടെയ്നറാണ്. അപ്പം ഇത് എന്തോ ഒരു വെജിറ്റബിൾ ഞാൻ കുറച്ച് മുൻപ് ഞാൻ കൊണ്ടുവന്ന് പാവിയായിരുന്നു, ഏതോ ഒരെണ്ണം. അപ്പം അതിനകത്ത് എന്തോ ഒരെണ്ണം പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇതെന്താണെന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്കും അറിയില്ല. അതിങ്ങനെ അങ്ങ് പോവാണല്ലോ. ഇതിനൊരു ഇത് കൊടുക്കണം. ഓക്കെ, നിൽക്കുമെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിനകത്ത് ബാക്കി സ്ഥലമുണ്ട്. നമുക്ക് ഒരു സ്ഥലം പോലും വേസ്റ്റായിട്ട് കളയാണ്ട് നമുക്ക് അതിനകത്ത് പാവിയാലോ എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം എപ്പോഴും നമ്മൾ പാവുമ്പം കുറച്ചിത് ഈ മണ്ണിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണമല്ലോ. ഇതെനിക്കൊന്ന് ഇത്ര വലുത് വേണ്ടാന്ന് തോന്നുന്നല്ലേ. ഓക്കെ, മണ്ണിളക്കി കൊടുത്തു. എന്നിട്ട് നമുക്കിത് കുറച്ചിവിടെ പാവാം. എന്നിട്ട് കുറച്ചും കൂടി മണ്ണിടാം അല്ലേ. ഇതാണ് ആദ്യത്തെ കേട്ടോ. നന്നായിട്ടുണ്ട്, നന്നായിട്ട് ഇടതൂർന്ന് വളരട്ടെ, എന്നാലേ ഭംഗി ഉണ്ടാവുള്ളൂ. അതവിടെ നട്ടു. ഇനി കുറച്ച് മണ്ണ് അതിനകത്തേക്ക് ഇടണം.
അതിന് മുൻപ് ഇതും കൂടി നമുക്കൊരു ചട്ടിയിൽ പാവണം. ഒരു ചട്ടി തപ്പട്ടെ കേട്ടോ പാവാനായിട്ട്. നമുക്ക് ഈ ചട്ടി എടുക്കാം. പക്ഷെ അത് ഇതിനകത്ത് മണ്ണ് കുറവാ. ഇതൊക്കെ അതിനിടയ്ക്ക് വേറെ ഒരെണ്ണം കൂടി തൂവല്. ഈ തൂവലും കൊണ്ട് പണ്ട് നമ്മൾ ചെവിയിലിടാൻ തോർക്കണ്ട. ഇപ്പൊ അതൊക്കെ മാറിയിട്ട് ഇപ്പൊ നമ്മൾ ബഡായല്ലേ. എന്തായാലും ഈ തൂവല് ഇവിടെ ഇരിക്കട്ടെ. അപ്പൊ ഇതിനകത്ത് കുറച്ചുള്ളൂ. നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഈ ചട്ടിയിൽ നിന്ന് കുറച്ചും കൂടി ഇങ്ങോട്ടേക്ക് ഇടാം. ശരിക്കും നമ്മൾ എന്ത് നടുമ്പോഴും നമ്മൾ നന്നായിട്ട് ഉടയ്ക്കണം. എന്നാലല്ലേ വേര് താഴേക്ക് പോവുള്ളൂ. അത് ഉടച്ച് നമുക്കിനി ബാക്കിയിരിക്കണ ചീര വിത്തും കൂടി ഇതിനകത്തേക്ക് നടാം. നിങ്ങൾക്ക് ശരിക്കും കാണാനായിട്ട് ഞാൻ ഇതിൻ്റെ മുകളിൽ വെക്കണം കേട്ടോ. അപ്പം കട്ടയൊന്നുമില്ല. എന്നിട്ട് ഇത് കൂടി ഇങ്ങോട്ട് വേണേ ഇവിടെ നമുക്ക് വിതറിയിടാം. കുറേ ഉണ്ട്. സോറി, പൊടിയാ. ഓക്കെ, അപ്പം അത് രണ്ടും കഴിഞ്ഞു. വേസ്റ്റ് ഇവിടെ ഒരു സ്ഥലത്തേക്ക് ഞാൻ കളക്ട് ചെയ്ത് വെക്കുന്നുണ്ട്. പുല്ലും വേസ്റ്റും ഒക്കെ കൂടി അവിടെ ഇരിക്കട്ടെ. ഇനി അതിൻ്റെ പുറത്തേക്ക് കുറച്ച് മണ്ണിടണം. കുറച്ച് മണ്ണങ്ങ് വിതറി കൊടുക്കാം. ഓക്കെ, അത് കഴിഞ്ഞു. ഇതിനകത്തേക്കും കുറച്ച് മണ്ണ് വിതറാം. ഓക്കെ, അപ്പം അത് രണ്ടും കഴിഞ്ഞു കേട്ടോ. അപ്പം അങ്ങനെ ചീര നട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കൊരു സേഫ് ആയിട്ടൊരു സ്ഥലത്തേക്ക് മാറ്റി വെക്കാം. നട്ടത് മാറ്റി വെക്കാം കേട്ടോ. ഇന്ന് ഹസ്കൻസിൽ പോയിട്ടേ അവിടുത്തെ പൂവിൻ്റെ സെക്ഷനിലേക്ക് പോയപ്പം ഡാലിയ, മഞ്ഞ, വെള്ള, മൾട്ടി കളറ്, ഈ ചുമപ്പ്, വേറൊരു മജന്ത എല്ലാം അങ്ങനെ ഉണ്ടായി നിൽക്കുവാണ്. അപ്പോൾ ഇന്നവിടെ ഇതിനവിടെ സെയിലുണ്ടെന്ന്, കുറച്ച് ചട്ടികൾക്ക് മാത്രം. അപ്പോൾ ഇതൊരെണ്ണം അങ്ങോട്ട് വാങ്ങിച്ചു. ഓക്കെ, ശരിക്കും കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ നാട്ടിലും ഇതുപോലെ തന്നെയാണോ? ഇത്രയും ഈ ഷേപ്പിലാണോ വരുന്നത്? ഇനി ഇതിനകത്ത് കുറച്ച് മുട്ടുകളുണ്ട്. അപ്പം നമുക്കിതൊരു ചട്ടിയിൽ ഇതങ്ങ് നടാം കേട്ടോ. ചട്ടി എടുത്തുകൊണ്ട് വരട്ടെ. നമുക്കിതിനകത്തേക്ക് നടാം. ഇതൊക്കെ പൊടി പിടിച്ചിരിക്കുവാണേ. ഇതൊന്ന് തുടച്ചു കൊടുക്കാം. ഓക്കെ, തുടച്ചു. എന്നിട്ട് നമുക്കിതിനകത്തേക്ക് മണ്ണ് നിറയ്ക്കണം. മണ്ണിവിടെ കുറച്ച് മണ്ണ് ഇരിപ്പുണ്ടേ. മണ്ണ് ഇതിനകത്തേക്ക് ഇടണം. ഇങ്ങോട്ട് പോയോ? ഓക്കെ, കോഴിയുടെ വളം ഇടാം. നമുക്ക് കുറച്ചിട്ടാണെന്ന് പറഞ്ഞത്, നല്ല ചൂടാന്നിന്. അപ്പോൾ ഒരു പിടി മതിയാവും. അതിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം ഞാനതിൻ്റെ ഇതിന്ന് എടുത്ത് കേട്ടോ. എടുത്തത് ഇങ്ങനെ വരുന്നതേ. അപ്പം നമുക്കൊന്ന് പതുക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാം. കുറച്ചൊന്ന് വേരൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് വേരിളക്കിയിട്ട് ഇതിങ്ങനെ
ഇത്തിരി അങ്ങ് ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട് വേര്. എന്നിട്ട് ഇതിനകത്തേക്ക് ഇങ്ങനെ സ്ട്രെയിറ്റ് ആണോ? ഓക്കെ. എന്നിട്ട് ഈ മണ്ണ് ശരിക്കും അങ്ങോട്ട് ഇട്ടങ്ങ് പൊത്തണം. എന്നിട്ട് നിറയെ മണ്ണ് വേണം ശരിക്കും പറഞ്ഞാൽ. അപ്പം ഞാനിവിടെ ചട്ടിയിൽ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ടേ. എന്താ ഇതങ്ങ് ഇട്ട് കൊടുക്കാം. ഇപ്പൊ ലാസ്റ്റ് എല്ലാത്തിനും കുറേശ്ശെ വെള്ളം നനയ്ക്കാം കേട്ടോ. ഇപ്പൊ വേണ്ട. അങ്ങനെ ഇപ്പൊ നന്നായിട്ട് ഇത് നിറഞ്ഞു. കാണിച്ചു തരട്ടെ. ഇഷ്ടായോ? ഓക്കെ. ഇനി നമുക്കിത് മാറ്റി വെക്കാമേ. നിങ്ങളൊക്കെ ഇതുപോലെയൊക്കെ തന്നെയല്ലേ നടുന്നത്? ഓക്കെ. ഞങ്ങളുടെ കർണംകുട്ടൻ അവിടെ പോയി കിടക്കും. അവിടെ നിന്നിട്ട് നോക്കുക മമ്മി ചെയ്യണതൊക്കെ ശരിയാണോ എന്നേ. ഓക്കെ. ഇനി അതെടുക്കണ്ടേ നോക്കട്ടെ. അപ്പോൾ ഈ ചട്ടികൾ നമുക്ക് വേറെ എന്തെങ്കിലും പാവാനോ വലുതായിട്ട് എടുത്ത് വെക്കാം. പിന്നെ ഇങ്ങനെ ഒരു ഇതുണ്ടാവേ, ഇതിനകത്തൊരു ലേബൽ ഉണ്ടാവും. ഞാൻ അപ്പോൾ ആ ലേബൽ അതിനകത്ത് എടുത്ത് വെക്കും. ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അത് ചീത്തയായാലും നമുക്കറിയാലോ ഇതായിരുന്നെന്ന്. അപ്പം എടുത്ത് വെക്കും ഇതിനകത്ത്. ഇതിങ്ങനെ വരുന്നത് ഈ ചെറിയ പോട്ടിൽ. ഇത് തക്കാളി തയ്യാ. ഇത് ചെറിയ തക്കാളിയാണ് കേട്ടോ. ഇത് ഇത്ര ആയിട്ടുണ്ട്. അപ്പം നമുക്കൊരു ചട്ടിയിൽ നടാം. ചട്ടി എടുത്തുകൊണ്ട് വരട്ടെ കേട്ടോ. കുറച്ച് കൂടുതൽ ചട്ടികൾ വേണം. ഇത് കൊണ്ട് ഇരിക്കട്ടെ. ഇവിടെ കുറച്ച് ചട്ടികൾ ആ സൈഡിൽ ഇരിപ്പുണ്ട്. ഞാൻ എടുത്തുകൊണ്ട് വരാം. കണ്ടോ? ഇത് എൻ്റെ ഒരു കൂട്ടുകാരി രശ്മി എനിക്ക് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് തന്നതാ. ഇതിങ്ങനെ നമ്മൾ തലയൊക്കെ മുട്ടില്ല ഇങ്ങനെ വരുമ്പോൾ ഇതിങ്ങനെ നല്ലൊരു സൗണ്ട് ഉണ്ടാക്കും. ഭയങ്കര ഒരു സൂത്തിങ് സൗണ്ടാണേ. ഇങ്ങനെ ഒരു രസമല്ലേ. അത്ര വർഷമായിട്ടും പോയിട്ടില്ല. കുറേ എനിക്കൊന്ന് 3-4 വർഷമായിരുന്നോളൂ രശ്മി നിന്നിട്ട്. നല്ല രസമുണ്ട്. അപ്പം ഇതിനകത്തേക്ക് ഇത് വെറും കളയാണതേ. ഇപ്പം നമുക്കൊന്ന് പറിച്ച് കളയാം. പറിച്ച് കളഞ്ഞിട്ട് നമുക്ക് ഇതൊക്കെ കൊണ്ടുപോയി കളയണം. ഈ വർഷം ആകെ ഒരു ട്രിപ്പേ കളഞ്ഞിട്ടുള്ളൂ. ഇനി അടുത്ത ട്രിപ്പ് കളയാൻ കിടക്കുവാണ്. എല്ലാം ഇങ്ങനെ വേർതിരിച്ച് വേണം കളയാനായിട്ട്. ഡിസ്പോസിബിൾ ആയിട്ടുള്ളത് ഒരു സ്ഥലത്ത്, കുപ്പികൾ ഒരു സ്ഥലത്ത്, പുല്ലൊരു സ്ഥലത്ത്, റബ്ബിഷ് ഒരു സ്ഥലത്ത്. അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ തന്നെ അതിനൊരു റീസൈക്ലിംഗ് സെന്റർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യണം. അപ്പം നമ്മുടെ വണ്ടിയിൽ അതെല്ലാം കയറ്റി കൊണ്ടുപോകണം. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ തന്നെ ഒരു 10-15 ബിന്നുണ്ടാവും. അപ്പോൾ എല്ലാത്തിൻ്റെ ബിന്നിൻ്റെ അവിടെ എഴുതിയിട്ടുണ്ടാവും എന്താണ് നമ്മളവിടെ ഇടേണ്ടതെന്ന്. അതല്ലാതെ വേറെ ഒന്നും അവിടെ ഇടാൻ പറ്റില്ല. അപ്പം നമ്മൾ കൊണ്ടുപോകണേന്ന് തിരിഞ്ഞ് ഓരോ സെക്ഷനായിട്ട് ഇടണം. അപ്പോൾ ഈ വിൻ്റർ ആകുമ്പോൾ തണുപ്പാകുമ്പോൾ കൊണ്ടുപോയി കളയാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാം ഇവിടെ കൂട്ടിയിടും. ഇനിയിപ്പോൾ സമ്മറിലാണ്, ഇപ്പോൾ ഈ സമയത്താണ് കൊണ്ടുപോയി കളയണത്. ഒരു ട്രിപ്പ് കൊണ്ടുപോയി കളഞ്ഞു. ഇനി എല്ലാം കൂടി കിടക്കുക. ഇനിയിപ്പം നല്ല വെതർ വരുമ്പോഴാണ് നമുക്ക് എടുക്കാൻ പറ്റുള്ളേ. 2 ദിവസം മുമ്പ് മഴയായിരുന്നു. അപ്പോൾ ഇപ്പോൾ കൊണ്ടുപോയി കളയാൻ പറ്റില്ല. എല്ലാം നനഞ്ഞ് കിടക്കുക. അപ്പം നല്ല വെയിൽ കാണുമ്പോൾ എല്ലാം കൊണ്ടുപോയി ഇനി കളയും. എന്നിട്ട് സമ്മറിലെല്ലാം ക്ലീൻ ആവും. പക്ഷെ വിൻ്റർ ആകുമ്പോൾ പിന്നെയും നമ്മളെല്ലാം കൊണ്ടൊന്ന് കൂട്ടി ഡംപ് ചെയ്യും. അങ്ങനെയാണ് ഇവിടെ. ഓക്കെ. അപ്പം നമുക്ക് ഇതിനകത്ത് കുറച്ച് മണ്ണുണ്ട്. പക്ഷെ ഒന്ന് ഇളക്കി കൊടുക്കണം. കുറച്ചുകൂടി മണ്ണ് എടുത്തുകൊണ്ട് വരട്ടെ കേട്ടോ. ഇതിനകത്ത് കുറച്ച് മണ്ണൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇച്ചിരി കുറച്ച് കോഴിവളം കൂടി ഇടാം. കുറച്ച് ഇടണുള്ളേ. കാരണം ഇതിനകത്ത് തന്നെ ഉണ്ടല്ലോ കമ്പോസ്റ്റ് വളമുണ്ട് ഇതിനകത്ത്. ഒന്ന് ഇളക്കി കൊടുത്തു. ഇനി നേരത്തെ പോലെ തന്നെ ഇതൊന്ന് ഉടച്ചു കൊടുക്കാം. ഉടച്ചു കൊടുത്തിട്ട് അങ്ങ് നടാം. തക്കാളി ആകുമ്പോൾ പെട്ടെന്ന് പിടിച്ചു കിട്ടും. ഞാൻ ശരിക്കും പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന തക്കാളി ഇല്ലേ, അതിൻ്റെ അല്ലി കൊണ്ടുവന്ന് എല്ലാ വർഷവും ഇടാറുണ്ട്. ഈ വർഷം ഇട്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ മുളച്ച് കിട്ടാറുണ്ട്. വർഷം കുറച്ച് ലേറ്റ് ആയിപ്പോയി. അപ്പോൾ കുറച്ച് മണ്ണും കുറച്ചും കൂടി വേണം. ശരിക്കും
ഈ നന്നായിട്ട് മണ്ണ് നിറഞ്ഞു നിൽക്കണമെന്നാണ് പറയണേ. അത് റെഡി ആയിട്ടുണ്ട്. ഒരു തക്കാളി തൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, കാണിച്ചു തരട്ടെ. ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിനൊരു കോല് വെച്ച് കൊടുക്കേണ്ടി വരും. ഓക്കെ, ഇത് കൊണ്ടേ മാറ്റി വയ്ക്കാമേ. ഇനി ഞാൻ തക്കാളി തൈ ഒരെണ്ണം കൂടി വാങ്ങിച്ചു. ഒരു തക്കാളി തൈ കൂടി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഒരു പോട്ട് കണ്ടുപിടിക്കട്ടെ എവിടെയാന്നേ. ഒരു ചട്ടി കൂടി കിട്ടിയാണ് കേട്ടോ. ഒന്ന് തുടയ്ക്കണം. ഇതെല്ലാം കഴിഞ്ഞ വർഷം നമ്മൾ എടുത്ത് വെച്ചിരുന്ന ചട്ടിയാണേ. ഒന്ന് തുടച്ച് വൃത്തിയാക്കി നമുക്ക് ഒരു തക്കാളി തൈ കൂടി ഇതിനകത്തേക്ക് നടാം. അതിനകത്ത് ഇച്ചിരി ഇത് ഞാൻ ആഡ് ചെയ്തു, കോഴിവളം. ഇനി ഇതുപോലെ തന്നെ ഇതിങ്ങനെ എടുക്കുന്നു. ഇതിങ്ങനെ ചെറിയ ചെറിയ പോട്ടിലാണ് വരുന്നത്. വേണ്ട, ഇതിങ്ങനെ ഒന്ന് പതുക്കെ ഒന്ന് ഉടച്ച് നേരത്തെ പോലെ തന്നെ ശരിക്കും അങ്ങ് ഇറക്കി അങ്ങ് നടാം. എന്നിട്ട് നന്നായിട്ട് മണ്ണിട്ട് മൂടി കൊടുക്കാം. ഇവിടെ കുറച്ച് മണ്ണെടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലേ. അപ്പം ഇതിൽ നിന്ന് കുറച്ചും കൂടി മണ്ണിട്ടിട്ട് മൂടി വയ്ക്കാം. നന്നായിട്ട് പിടിച്ചു വരണേ. കൂട്ടുകാരൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. എല്ലാവരും കൂടിയാണ് നട്ടേക്കണത്. പിന്നെ ഞങ്ങളുടെ കർണനും ഉണ്ട് അല്ലേ കർണ? ഓക്കെ, ഇതെനിക്കൊന്നൊരു അടുത്ത ആഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്കും ഇത് ശരിക്കും കോല് കുത്തി കൊടുക്കേണ്ടി വരും. ഇത് വലുതാവുന്ന ടൈപ്പാണേ. അപ്പം എടുത്തു വയ്ക്കാം. ഹാപ്പിയായോ? ഇനി അടുത്തത് ഇത് എന്താണെന്ന് കാണിച്ചു തരട്ടെ. ഇത് ഗോർജറ്റ് എന്ന് പറയും. ഇത് നമ്മുടെ കുക്കുമ്പറൊക്കെ പോലെ തന്നെയാണ്, പക്ഷെ നമുക്കിത് മോരുകറി വെക്കാം. ഇതിവിടെ കഴിഞ്ഞ വർഷമൊക്കെ ഉണ്ടായിട്ടുണ്ടേ. അയ്യോ, എൻ്റെ ഒരു തണ്ട് ഒടിഞ്ഞു പോയി. തണ്ടല്ല, ഒരു അല്ല. അപ്പോൾ നമുക്ക് ഒരു ചട്ടിയിൽ തന്നെ ഇത് രണ്ടും കൂടി നടാം. അല്ലെങ്കിൽ നമുക്കിവിടെ ഞാനൊരു വലിയൊരു കണ്ടെയ്നർ ഉണ്ടേ, കാണാൻ പറ്റുന്നുണ്ടോ? അത് കാണിച്ചു തരാമേ. ഇതുണ്ടോ? ഇത് ഞാൻ വെളുത്തുള്ളി നട്ടേക്കണതാണത്. ഇതിപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കുറച്ച് പിടിച്ച് കിട്ടിയുള്ളൂ. അപ്പോൾ ഇവിടെ കുറച്ച് സ്ഥലമുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ പച്ചക്കറികളൊക്കെ ഇവിടെ അങ്ങ് നടാം നമുക്ക്. ഓക്കെ അല്ലേ? ഹാപ്പി അല്ലേ നിങ്ങൾ? ഓക്കെ, അപ്പം ഇവിടെ നടാണെങ്കിലേ നമുക്ക് ഇത് ചിലപ്പോൾ പടരുന്നൊരു ടൈപ്പായിരിക്കുമേ. അത് കിടന്നോളും. ഇവിടെ ഒന്ന് കുഴിക്കട്ടെ. ഇച്ചിരി പുല്ലൊക്കെ ഉണ്ട്, ഇതൊന്ന് മാറ്റിയിട്ട് രണ്ടും കൂടി അടുപ്പിച്ച് തന്നെ നടാം നമുക്ക്. അപ്പൊ ഇത് രണ്ടും കൂടി ഇവിടെ നടാൻ പോണേ. ഗോർജറ്റൊക്കെ ഉണ്ടാവണേ. ആ മണ്ണും കൂടി എന്നിട്ടാം. എന്നിട്ട് ആ ലേബലും വെക്കാം, അല്ലെങ്കിൽ മറന്നു പോകും ഞാൻ എന്താ നട്ടേന്ന്. ഓക്കെ, അപ്പൊ ഗോർജറ്റും നട്ടുകൊണ്ടിരിക്കുന്നു. സ്ഥലമുണ്ട് ഇവിടെ, അതുകൊണ്ട് നന്നായിട്ട് വന്നോളൂ. ഓക്കെ, അപ്പൊ അത് നട്ട് കഴിഞ്ഞു. ഇനി വേറെ എന്താന്ന് നോക്കട്ടെ. ഇത് കുറച്ച് കൂടുതൽ മേടിച്ചേ. ഇതൊക്കെ നമുക്ക് ഇതാ മറ്റേ ആ തക്കാളിയുടെ ലേബലാണത്. അപ്പൊ അത് വെക്കാം. തക്കാളിയുടെ ലേബലുമ്പോൾ തന്നെ കൊണ്ടുവയ്ക്കാം നമുക്ക്. ഇതൊക്കെ നമ്മൾ കളയാനുള്ളിലേക്ക് ഇട്ട് വയ്ക്കാം. അതെല്ലാവരും വേണമെങ്കിൽ നമുക്ക് റീയൂസ് ചെയ്യാം. നമുക്ക് സീഡൊക്കെ നട്ട് വയ്ക്കാനൊക്കെ. ഇത് കണ്ടോ, ഇതും വേറെ ഒരല്ല. ഇത് മാരോ, നമ്മുടെ ഇത് കണ്ടോ, ഇതിങ്ങനെ ഉണ്ടാവുന്നതാണത്. ഇതിങ്ങനെ വലുതായിട്ടുണ്ടായി വരും. ഇത് പിടിച്ചിട്ടാണെങ്കിൽ നല്ലതാണ്. നല്ല പച്ചക്കറിയല്ലേ. അത് നമുക്ക് അവിടെ തന്നെ നടാം. സ്ഥലമുണ്ടല്ലോ, ഇവിടെ തന്നെ നടാം നമുക്ക്.
ഇതിൻ്റെ ലേബലും ഇവിടെ തന്നെ വയ്ക്കാം. ഇവിടെ സേഫ് ആയിട്ടുണ്ടല്ലാനും ഒക്കെ പിടിച്ചു വരണേ. അത് കഴിഞ്ഞു. ഇനി നോക്കട്ടെ എന്താണ്. ഇനി നമ്മുടെ പ്രഷ്യസ് ആയിട്ടുള്ള ഒരു മുളക് തൈ എന്ന് പറഞ്ഞാൽ ഈ ഇതില്ലേ ക്യാപ്സിക്കം, അതുപോലത്തെ സ്വീറ്റ് പെപ്പർ. എന്താ സ്വീറ്റ് പെപ്പർ, അത് ഒരെണ്ണേ വാങ്ങിച്ചിട്ടുള്ളൂ. അത് നമുക്കൊരു ചട്ടിയിൽ തന്നെ നടാം കേട്ടോ. ഈ ചട്ടി കണ്ടുപിടിക്കട്ടെ. ചട്ടി എവിടെയാണ്? കർണ ഒന്ന് അമ്മ ഹെൽപ്പ് ചെയ്യോ? ചട്ടി കണ്ടുപിടിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യോ? അവൻ അവിടെ വന്ന് കിടക്കുക. ഇത് കഴിഞ്ഞ വർഷം എന്തോ നട്ടത് ഇതായിപ്പോയി. നമുക്ക് ഇതും കിട്ടെടുക്കാം. ഇതെടുത്തിട്ട് എൻ്റെ ചട്ടിയൊക്കെ അങ്ങ് മാറ്റി, അല്ല ചട്ടിയല്ല, എൻ്റെ ഉണങ്ങിയതൊക്കെ മാറ്റിയിട്ട് നമുക്ക് ഇതൊന്ന് ഇതാക്കി കൊടുക്കണം. കണ്ടോ, അതിനകത്ത് വളമൊക്കെ ഉണ്ട്. കാരണം കഴിഞ്ഞ വർഷം ഇത് മിക്സ് ചെയ്തായിരിക്കുള്ളൂ. കമ്പോസ്റ്റാ. എന്തായാലും ഒരല്പം കോഴിവളം ഒരു പേരിലിട്ട് കൊടുക്കാം, ഒരു മേമ്പൊടിക്ക്. നീ ഓക്കെ ആണോ അവിടെ? നീ ഓക്കെ ആണോ? നമുക്ക് മുളക് തൈ, ക്യാപ്സിക്കയുടെ തൈ ഇങ്ങനെ അങ്ങോട്ട് എടുക്കാം. ആ മണ്ണൊക്കെ ഇങ്ങോട്ട് വീണോട്ടെ. അതിനകത്ത് ചിലപ്പം എന്തെങ്കിലും അതിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടെങ്കിലോ നമുക്ക് അല്പം കുഴിച്ചിട്ട് അകത്തേക്ക് വെച്ച് കൊടുക്കാം. ഇതിലൊരെണ്ണം മതി. കാരണം ചിലപ്പോൾ ഇതെങ്ങാനും പിടിച്ച് കിട്ടിയാലോ, പിടിച്ച് കിട്ടുമെന്ന് വിചാരിക്കാം അല്ലേ. നമുക്ക് ഇച്ചിരി മണ്ണിടണം, അതൊന്നൊരു വാടി കിടക്കണം. ഓക്കെ, അപ്പം അത് നട്ടു. മാറ്റി വയ്ക്കാം. ഇനിയും കുറച്ചുണ്ട് കേട്ടോ. നോക്കട്ടെ എന്തൊക്കെയാണ്. ഞാൻ കുറച്ച് ചെടിയും വാങ്ങിച്ചു, പച്ചക്കറി മേടിച്ചു. ഈ മണ്ണും കൊണ്ടിട്ട് മാറ്റിയേക്കാം. എടുത്ത് വെക്കാം. ഇനി അടുത്ത പ്രാവശ്യത്തേക്ക് വേണ്ടേ. ഇരിക്കട്ടെ. പിന്നെ പറയാം കേട്ടോ. അതിനിടയ്ക്ക് ഞാനേ ഈ കൊതിയായിട്ടുണ്ടല്ലോ, ഇത് ബീൻസാണത്. റണ്ണർ ബീൻസാ. കണ്ടോ, ഇത്രയായി. അപ്പോൾ ഞാൻ ഒരു എത്രണ്ണത് 1, 2, 3, 4 നമുക്കിതിനകത്ത് തന്നെ അങ്ങ് നട്ടാലോ. ആ കണ്ടെയ്നറിൽ, വലിയ കണ്ടെയ്നറിൽ തന്നെ നടാം. ഇങ്ങനെ തന്നെ ഇങ്ങനെ അങ്ങ് എടുക്കാം. ഇങ്ങനെ അങ്ങ് എടുത്തിട്ട് ഇങ്ങനെ തന്നെ അങ്ങ് നടാം. എല്ലാം കൂടെ ഒരുമിച്ച് ഞാൻ നട്ടു. മണ്ണിട്ടിട്ടേ ഒന്ന് ഉറപ്പ് വരുത്തി കൊടുക്കണം. ഓക്കെ, അപ്പം നമുക്ക് കോലൊക്കെ വെച്ച് ഭംഗിയാക്കി കൊടുക്കാം കേട്ടോ. അപ്പം അത് കഴിഞ്ഞു. മണ്ണ് ഇങ്ങോട്ട് തന്നെ കിടന്നോട്ടെ. അത് അതിൻ്റെ ലേബിൾ വെച്ചേക്കാം അതിനകത്ത്. അതും കളയാനായിട്ടിട്ട് എനിക്കൊന്ന് പച്ചക്കറിയുടെ സെക്ഷൻ ഉണ്ടോ എന്ന് അറിഞ്ഞിട്ട്. ഉണ്ടോ, ഒരെണ്ണം കൂടി ഉണ്ട്. ഓ, നമ്മുടെ സ്വന്തം വഴുതനങ്ങ. ഞാൻ എല്ലാം കഴിഞ്ഞും കൂടി പോകുന്ന സമയത്ത് അത് കണ്ടത്. ഓക്കെ, ഓ എന്തൊരു കളറല്ലേ. പണ്ടൊക്കെ വഴുതനങ്ങ നമ്മൾ മെഴുക്കുവരട്ടിയും സാമ്പാറിലൊക്കെ ഇടുള്ളൂ. ഇപ്പോൾ ഇതിങ്ങനെ മസാലയൊക്കെ പറ്റി നന്നായിട്ട് മീൻ വറക്കണ പോലെ വറക്കാമെന്ന് പറയുന്നുണ്ട്. ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്കിത് പിടിച്ച് കിട്ടുമോ നോക്കാം കേട്ടോ. ഇതുവരെയായിട്ടും പിടിച്ച് കിട്ടിയിട്ടില്ല, ആദ്യമായിട്ടാണ്. ഇത് ഒരു ചട്ടി തന്നെ നടാം. ഇനി ഇതിൻ്റെ ചട്ടി തപ്പട്ടെ കേട്ടോ. ഹലോ ചട്ടികൾ, വേറെ ആർ യു? തപ്പി നോക്കട്ടെ ചട്ടികൾ എവിടെയാന്ന്. ഞാനിതിൽ നടാന്ന് വിചാരിച്ച് വന്നപ്പോഴേ ഇതെന്തോ കഴിഞ്ഞ വർഷത്തെ എന്തോ ഇത് മുളച്ച് വരുന്നുണ്ട്.
അപ്പം ഇത് നമുക്ക് ഒന്ന് ശുശ്രൂഷിച്ചെടുത്ത് വെച്ചാലോ? എന്താണെന്ന് ഇപ്പം മനസ്സിലാവില്ല കേട്ടോ. നോക്കട്ടെ, അങ്ങ് മാറ്റിക്കളയാം. ഇതിലൊരു ഇതൊക്കെ ഉണ്ട്, പക്ഷെ വർക്ക് ചെയ്യുമെന്ന് അറിയത്തില്ല. നമ്മുടെ ലൈറ്റ് നോക്കട്ടെ, ഇച്ചിരി വളമൊക്കെ ഇട്ട് കൊടുക്കട്ടെ. ഒന്ന് മണ്ണൊക്കെ മാന്തി എന്തോ ഒരു ചെടിയാണ്. ഇച്ചിരി കോഴിവളമൊക്കെ ഇട്ട് ഒന്ന് ഇതിനൊന്നൊരു സന്തോഷമാക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് വെറുതെ വിടാൻ പറ്റില്ല, നമുക്ക് എടുത്തു വെക്കണം. ഞാനിവിടെ ഒരു മേശ പോലത്തെ ഒരു സാധനമുണ്ട്, അവിടേക്ക് എടുത്തു വെക്കട്ടെ. അപ്പോൾ ആ ചട്ടി പറ്റില്ല, നമുക്ക് വേറെ ചട്ടി എടുത്തുകൊണ്ട് വരാം കേട്ടോ. ഒരു ചട്ടി കിട്ടിയിട്ടുണ്ട്. വലിയ ചട്ടി വേണ്ടല്ലോ, അല്ലെങ്കിൽ മതിയാവും. ഇത് മണ്ണൊന്ന് കുറച്ചൊന്ന് മാറ്റട്ടെ. എന്നിട്ട് ഇത് നമുക്കങ്ങ് എടുത്തിട്ട് ഇതിനകത്തേക്ക് നടാം. കാണാൻ നല്ല ഭംഗിയുണ്ട്. കുറച്ചായിട്ടുണ്ടേ, ഒന്ന് പതുക്കെ ഒന്ന് പൊട്ടിച്ച് ഒന്ന് ഇളക്കി കൊടുത്തേക്കാം. എന്നിട്ട് അങ്ങനെ ഞങ്ങൾ വെക്കാം. എന്നിട്ട് കുറച്ച് മണ്ണിട്ട്, മണ്ണ് ഈ സൈഡിൽ കൂടെ ഈ സൈഡിൽ കൂടെ ഈ സൈഡിൽ കൂടെ ഇച്ചിരി കോഴിവളവും. ഓക്കെ, എന്നിട്ട് എന്തെങ്കിലും പോരായൊക്കെ ഉണ്ടെങ്കിൽ പറയണേ, ഇങ്ങനെ നടണ്ടേന്നേ. ഇതൊക്കെ ഇതിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത് ചിലപ്പം ഞങ്ങൾക്ക് കൃഷിയൊക്കെ ഉണ്ടായതുകൊണ്ടാവാം അല്ലേ. ഒന്ന് ചട്ടിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കട്ടെ, പറ്റി മാറ്റി വയ്ക്കാം. നമുക്ക് ഒരുമിച്ച് വെള്ളം ഒഴിക്കാം കേട്ടോ, എല്ലാത്തിനും കൂടിയിട്ട്. അപ്പം നട്ടത് അങ്ങോട്ടേക്ക് മാറ്റി വെച്ചേ, ക്ലീൻ ചെയ്യട്ടെ. ഓക്കെ, ഇനി എനിക്ക് തോന്നുന്നു പച്ചക്കറികൾ കഴിഞ്ഞെന്ന് തോന്നണേ. ഇതിനി ചെടികളുടെ സെക്ഷനാണ്. അപ്പോൾ നമുക്കൊരു 5 മിനിറ്റ് ബ്രേക്ക് എടുത്താലോ? ഞാൻ ഇച്ചിരി വെള്ളമൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഗ്ലൗസൊക്കെ മാറ്റി ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് വർത്താനമൊക്കെ പറയാം. എന്നിട്ട് നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം അല്ലേ. കർണൂസ് ഞാൻ ഇച്ചിരി വെള്ളമൊക്കെ എടുത്തുകൊണ്ടുവന്നേ. ഒരു പിള്ളേരെ കഴിക്കുന്ന ഒരു ക്രിസ്പും രസം എനിക്ക് തരാം കേട്ടോ. ഭയങ്കര പുളിയാടോ അതിന്. നോക്കട്ടെ, ഒന്ന് മാറിക്കോ. ഇഷ്ടമായോ? ഞാനും അവനുവേണ്ടി കഴിക്കണേ. പിള്ളേർക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമല്ലേ? നമുക്കും ഇഷ്ടമാണ് കേട്ടോ. മനസ്സിൻ്റെ വലിയ ഒരു രസം. നാട്ടിൽ പണ്ട് കൃഷിയൊക്കെ കള പറിക്കാനൊക്കെ വരുന്നവർക്കല്ലേ നമ്മൾ 10 മണിക്ക് ചായ കൊടുക്കണതും ഉച്ചയ്ക്ക് ചോറ് കൊടുക്കണതൊക്കെ അല്ലേ. അവരുടെ കൂടെ പോയിരുന്ന് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നോ? നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെ പച്ചക്കറി ഉണ്ടോ എന്ന് പറയണേ. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരോടാണ് കേട്ടോ. ഞാൻ UK-യിലാണേ, നേഴ്സായിട്ട് വർക്ക് ചെയ്യണു. പിന്നെ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് ഇപ്പോൾ ഇവിടെ സമ്മർ ടൈമാണ്. സമ്മർ ടൈമിലല്ലേ ഇതൊക്കെ പറ്റുള്ളൂ. ഒരു ഒക്ടോബർ തുടങ്ങിയാൽ പിന്നെ വിൻ്ററായി, തണുപ്പായി. അങ്ങോട്ട് അമ്മ അവർ കണ്ടില്ല നിന്നെ, അങ്ങോട്ട് വാ. അപ്പോൾ പിന്നെ നമുക്കിതൊന്നും ഈ ഗാർഡനിലേക്ക് പോലും ഇറങ്ങാൻ പറ്റില്ല. പിന്നെ മാർച്ച് കഴിയണം നമുക്ക് ഗാർഡനിലേക്ക് ഇറങ്ങണമെങ്കിൽ. അപ്പോൾ മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ വരെ ഇവിടെ സ്വർഗ്ഗമാണ്. നമുക്ക് ഈ ഗാർഡനിലേക്ക് ഒന്ന് ഇറങ്ങാം, എന്തെങ്കിലുമൊക്കെ ഒന്ന് നടാം, അതിനൊന്ന് വെള്ളം ഒഴിക്കാം, വർത്തമാനം പറയാം.
അതൊക്കെ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ അല്ലേ? നമ്മൾ ഏത് കൺട്രി പോയാലും അതിനോടൊക്കെ ആയിരിക്കും നമ്മുടെ മലയാളികൾക്ക് ഇഷ്ടം. അത് ന്യൂ ജനറേഷൻ അല്ല ഞാൻ പറയണേ, നമ്മുടെയൊക്കെ ഒരു ജനറേഷനിലുള്ളവർക്ക്. എൻ്റെ വീട്ടിൽ കൃഷി ഉണ്ടായിരുന്നു, നെൽപ്പാടം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ പറമ്പിൻ്റെ അകത്തും ഉണ്ടായിരുന്നു ഒരു 2-3 കണ്ടം. അപ്പം അവിടെ ഈ നെൽകൃഷി ഒരു പ്രാവശ്യം ഇടാണെങ്കിൽ പിന്നത്തെ വർഷം പയറൊക്കെ ആയിരിക്കും ഇടുന്നത്. പയറ്, വാഴ, ചേന അങ്ങനത്തെയൊക്കെ. അപ്പോൾ എനിക്ക് കൃഷികളോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാലും എനിക്ക് പറ്റാവുന്ന സമയങ്ങളിൽ ഇതൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ ഇതൊക്കെ എനിക്ക് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് നിങ്ങളെ കാണിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എടാ അമ്മ ഒരെണ്ണം കഴിച്ചോട്ടെ. അപ്പം ഞങ്ങളുടെ ഡോഗാണേ. വന്നേ കാണിച്ചു കൊടുക്കട്ടെ എല്ലാവരും. വന്നേ ഇടുവാ, ഇവിടെ നിന്ന് കഴിച്ചോ. ഇത് ഞങ്ങളുടെ ഡോഗ് കൂട്ടിനാണ് കേട്ടോ. കർണൻ എന്നാ പേര്, കർണൻ. ജർമ്മൻ ഷെപ്പേഡാ. 8 വയസ്സ് കഴിഞ്ഞു അല്ലേ? ബാ ഇവിടെ ഇരിക്കാം. ബാ ഇടുവാ, ഇടുവാ. ഭയങ്കര സ്നേഹ. വേണോ രണ്ട് വേണോ? നിങ്ങൾക്കും കൃഷിയൊക്കെ ഇഷ്ടമില്ലാത്ത ആരുള്ള അല്ലേ? എൻ്റെ മല്ലിയിലയുടെ ആ ഒരു വീഡിയോ നിങ്ങൾ എന്തോരം പേരാ കണ്ടത്, നിങ്ങൾ എന്തോരം കമന്റ് ഇട്ടിരിക്കുന്നത്. ഞാനത് പ്രോപ്പറായിട്ട് ഒരെണ്ണം ചെയ്യാം കേട്ടോ. മീൻസ് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മല്ലിയുടെ കൂട് തുടങ്ങി ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഒരു പ്രാവശ്യം കൂടി ഞാൻ ഒരു നല്ല വീഡിയോ ഇടാം കേട്ടോ. കാരണം അത്രയും മാത്രം നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തു ആ ഒരു വീഡിയോ കൊണ്ട്. അപ്പൊ എനിക്ക് തോന്നി എൻ്റെ വ്യൂവേഴ്സിനൊക്കെ ഇങ്ങനത്തെ ഈ കർഷക ഇത് ഒരുപാട് ഇഷ്ടമാണെന്നേ. എനിക്കും അത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇന്ന് നമ്മുടെ നാട്ടില് ലോക പരിസ്ഥിതി ദിനമല്ലേ? അപ്പൊ നമുക്ക് കൃഷികളോടൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഭയങ്കര നല്ലൊരു ദിവസമാണല്ലോ. കഴിഞ്ഞു, ഫിനിഷ്. ഇച്ചിരി വെള്ളം കുടിക്കട്ടെ? നീ പോയി വെള്ളം കുടിച്ചേ, അവിടെ വെച്ചിട്ടുണ്ട് നിനക്ക് വെള്ളം. ചെല്ലോ, ഇച്ചിരി വെള്ളം കുടിക്കട്ടെ, നമുക്ക് കൃഷിയിലേക്ക് ഇറങ്ങാം. ബ്രേക്കാണേ. ഇവിടെ ഇരുന്നോട്ടെ കേട്ടോ, വെള്ളം എടുക്കണ്ട. നീ പോയി അവിടെ പോയി കുടിച്ചിട്ട് വാ. ചെല്ല്, നമുക്ക് ഗ്ലൗസ് ഇട്ടെ കേട്ടോ അമ്മേ. നമുക്ക് ചെടി നടാം. പൂവൊക്കെ കാണണ്ടേ? നമുക്ക് പൂവും കായൊക്കെ കാണണ്ടേടാ. നിനക്ക് എന്താ അവരോടൊക്കെ പറയാനുള്ളേ? അമ്മയുടെ കൂട്ടുകാരോട് ഒന്ന് ഹലോ പറഞ്ഞ അവരോടൊക്കെ ഒന്ന്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നിന്റെ ഫ്രണ്ട്സൊക്കെ അവരവരുടെ വീടുകളിലുണ്ടോയെന്നൊന്ന് ചോദിച്ചു നോക്കിയെന്ന്. എന്തൊക്കെ കാര്യങ്ങൾ ചോദിക്കാം, ഒന്നും മിണ്ടാതിരിക്കുക കർണംകുട്ടൻ. ഓക്കെ, അപ്പം നമുക്ക് ആദ്യമായിട്ട് ഞാൻ നടാൻ പോണത് ഇതൊരു ഹാങ്ങിങ് ബാസ്ക്കറ്റാണ്. കഴിഞ്ഞ വർഷം നമ്മൾ വാങ്ങിച്ചതാണ്. അപ്പം ഇതിനകത്ത് ഇതിങ്ങനത്തെ മെറ്റീരിയൽ ആയതുകൊണ്ട് വെള്ളം പുറത്തേക്ക് പോകാനും അബ്സോർബ് ചെയ്യാനൊക്കെ നല്ലതാണ്. ഇതിനകത്തൊരു ചെറിയൊരു ബ്ലാക്ക് കവറും ഉണ്ട്. ഇതിനകത്ത് നമുക്ക് മണ്ണ് നിറച്ചിട്ട് കുറച്ച് അങ്ങനത്തെ ചെടികൾ നടാം. ഇവിടെ വയ്ക്കാം. ഇത് നിരപ്പല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ട് പോകും. ഓക്കെ, നിരപ്പാണോ? അല്ലെങ്കിൽ താഴെ വെച്ച് നമുക്ക് മണ്ണ് നിറയ്ക്കാം, എന്നിട്ട് ചെടി നടാം. ഇത് കുറച്ച് മണ്ണുണ്ട്. മണ്ണൊക്കെ ഉണ്ടേ. ഓക്കെ, കാണാൻ പറ്റണ്ട ഞാൻ താഴെ ഇരുന്ന? അത് നല്ല ഈർപ്പുള്ള മണ്ണ്. കുറച്ച് ഡ്രൈ മണ്ണും കൂടി ഇടാം. എന്നിട്ട് കുറച്ച് കോഴിവളം കൂടി ഇടാം അല്ലേ? കാണാൻ പറ്റില്ലായിരിക്കും അല്ലേ? കുറച്ചൊന്ന് കൂട്ടി കൊടുക്കാം കോഴിവളം. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്ത് വെച്ച് നോക്കട്ടെ. ഓക്കെ ആണെന്ന് തോന്നുന്നു. ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഏതാ നടന്നതെന്ന് ഞാനൊന്ന് നോക്കട്ടെ. നമ്മുടെ അടുത്ത് 2-3 ഉണ്ട്. ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുന്ന ഒരു പൂവ്. ഇതിന്റെ പേര് നമുക്ക് കാണുന്നില്ല. അതിപ്പോ ഇംപേഷ്യൻസ് റെഡ് എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. പക്ഷെ ഇതിന്റെ പേര് ബിസിലിസി എന്ന് അങ്ങനത്തെ ഒരു പേരാണ് ശരിക്കും. അപ്പൊ അത് നമുക്ക് ഇവിടെ നട്ടാലോ? ഇതിങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ആർത്ത് വരുന്നൊരു ചെടിയാണ്. മിക്സ് ചെയ്ത് നടാം. ഒരെണ്ണം ഇത് നട്ടിട്ട് വേറെ ഒരെണ്ണം നടാം. ഇതാണ് ഇതിന്റെ ഇത് കേട്ടോ. ഇത് ഇങ്ങനെ വരുന്നത് ഇത് നടാം.
ഇത് ഒരെണ്ണം എടുക്കട്ടെ. ഇതിനെ ഇത് ആദ്യം നിങ്ങൾ എടുത്ത് കളയാം. നമുക്ക് നിങ്ങൾ ബോറടിച്ചോ? ഇല്ലല്ലോ അല്ലേ? എൻ്റെ വീഡിയോ മൊത്തം കാണണേ. ഇതങ്ങെടുത്ത് മാറ്റാം. എന്നിട്ട് ഇന്നലെ നമ്മുടെ മഷിത്തണ്ട് പോലെ അത് ഒരെണ്ണം ഇവിടെ നടുന്നു. അതവിടെ നട്ടു. ഇനി അതിൻ്റെ കൂടെ ഇത് ലൊബീലിയ എന്ന് പറയും. ഭയങ്കര ബ്യൂട്ടിഫുൾ. അത് ചെറിയ പൂവാണേ. ഇതുപോലെ ഇരിക്കും. നമ്മുടെ മുക്കുറ്റി തിരുതാളി ആ പാട്ടില്ലേ, അതുപോലത്തെ മുക്കുറ്റി പൂ പോലെ. പക്ഷെ ഇതിൻ്റെ പേര് ലൊബീലിയ. ഈ പൂക്കളുടെ പേരൊക്കെ പഠിച്ച് ഞാൻ ടീനയിൽ നട്ടോ. പിന്നെ ഞങ്ങളൊരു ഇംഗ്ലീഷ് പേഷ്യൻറ്റിനെ നോക്കാനായിട്ട് ഞങ്ങളൊരു 3-4 വർഷം ഒരുമിച്ചുണ്ടായിരുന്നേ. അപ്പം ആ പേഷ്യൻറ്റിൻ്റെ വീട്ടിൽ പോയാൽ ഞങ്ങൾ നോക്കിക്കൊണ്ടിരുന്നത് ആ പേഷ്യൻറ്റിനെ. അപ്പോൾ ആ പേഷ്യൻ്റെ വീട്ടിൽ ഒരുപാട് ചെടികളാണ്. അപ്പോൾ അവിടെ നിന്ന് ടീന എനിക്ക് ഓരോന്നിങ്ങനെ പറഞ്ഞു തരും. അവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഒരു ടെൻഷനും ഇല്ല, കാരണം മൊത്തം ചെടികളവിടെ. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഒരെണ്ണം അവിടെ നടാം. നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ചെയ്യാം. അതൊക്കെ എടുക്കട്ടെ. ചിറ്റായി പോവില്ലേ? അപ്പം അതിൻ്റെ അടുത്ത് ഒരെണ്ണം ലൊബീലിയ നട്ടു. ഇനി നമുക്ക് ബിസിലിസിയ നടാം. ബിസിലിസി പോരട്ടെ. ബിസിലിസി നട്ടു. ഇനി ഒരു ലൊബീലിയം, അല്ലെങ്കിൽ ഇവിടെ ഒരു ലൊബീലിയ നടാം. ഇവിടെ ഒരു ലൊബീലിയ കാണാൻ പറ്റുന്നുണ്ടോ? ലൊബീലിയ. അപ്പൊ ഇവിടെ പിന്നെയും ബിസിലിസി വരും. വേറെ മിക്സ് ചെയ്യാനായിട്ടുള്ളത് ഇല്ല, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ബിസിലിസിയോട് തന്നെ സ്നേഹം നടിച്ചിട്ട് നമുക്ക് അതിനെ ഇവിടെ അങ്ങ് നടാം. നടുക്കൊരു ലൊബീലിയ പോട്ടെ. നടുക്കൊരു ലൊബീലിയ. ഓക്കെ, എന്നിട്ട് ഇച്ചിരി മണ്ണിട്ട് ഭംഗിയാക്കി കൊടുക്കാം. ഓക്കെ, ഒന്ന് തറപ്പിച്ചു കൊടുക്കാമേ. ഒരെണ്ണത്തിൽ ചാഞ്ഞെടുക്കണം. ഇതായിക്കോളും. ഇനിയിപ്പോൾ വേറെ ഒന്നും വെക്കണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ എന്തെങ്കിലും നമുക്ക് കുറവുണ്ടെങ്കിൽ നമുക്ക് പിന്നെ നോക്കാം. അതിനിടയ്ക്ക് ഞാൻ ഇന്നാൾ ഒരു പെറ്റൂണിയ ഒരു 3 ചട്ടിയിൽ, അത് കുറച്ച് നാൾക്ക് മുൻപ് വെച്ചായിരുന്നു. അതിനകത്ത് ഒരു പെറ്റൂണിയ മാത്രം ഒരു സ്ഥലത്തിരിപ്പുണ്ട്. അതും എടുത്തുണ്ട് വരട്ടെ കേട്ടോ. കണ്ടോ, ഒരു പെറ്റൂണിയ മാത്രമായിട്ട് ഒരു ചട്ടിയിലുണ്ടായിരുന്നേ. അപ്പം അതിനെ നമുക്ക് ഇതിനകത്തേക്ക് വെക്കാം. ഇവിടെ കുറച്ച് സ്ഥലമുണ്ട്. അതവിടെ നിൽക്കട്ടെ. അപ്പം ഇതിനൊന്നും ഒരു പ്രൊട്ടക്ഷനായിട്ട് അതിനെ കൂടി അവിടെ വെച്ചു. അപ്പം എങ്ങനെയുണ്ട്? അതെ, ഇതിങ്ങനെ വേണ്ട, ഇതിങ്ങനെ ഹാങ്ങിങ് ബാസ്ക്കറ്റാണിത്. വേണ്ട, ഇങ്ങനത്തെയാ. നമുക്കിപ്പോൾ എവിടെയെങ്കിലും തൂക്കിയിടാം. എന്നിട്ട് നമുക്ക് പിന്നെ തീരുമാനിക്കാം എവിടെ ഇടണ്ടേന്ന് കേട്ടോ. ഇപ്പം ഞാനിവിടെ ഒരു മരമുണ്ട്. ഇതിനകത്ത് പോവില്ല. ഇവിടെ ഒരു മരമുണ്ട്, അവിടെ വെക്കാം ഇപ്പം. എന്നിട്ട് പിടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാം എവിടെയാണ് ഇടണ്ടേന്ന്. അപ്പം അതിനവിടെ സെറ്റാക്കി വെച്ചിട്ട് കേട്ടോ. ഇനി അത് പിടിച്ചു കഴിയുമ്പോൾ നമുക്ക് തീരുമാനിക്കാം എവിടെ വെക്കണ്ടേന്ന്. ഇനി അടുത്തത് നമുക്ക് ഇവിടെ ഒരു നല്ല ചട്ടിയുണ്ട്. അതെ, ബ്യൂട്ടിഫുൾ ചട്ടി. ഇത് അവിടെ ഇരിക്കട്ടെ. എന്നിട്ട് അതിനകത്തൊന്ന് ഒന്ന് കുത്തി കൊടുക്കണം. എന്നാലേ നീ വിഷമിച്ചോടാ, പിന്നെ അവിടെ പോയി കിടക്കുക. ഒന്ന് മണ്ണിങ്ങനെ കുത്തി. ഇതിനകത്ത് ഏതാണ്ട് ഉണ്ടായിരുന്നല്ലോ. എനിക്ക് തോന്നുന്നത് മറ്റേ എന്താണ്ടുണ്ട് ഇതിനകത്ത്. മനസ്സിലായില്ല, അതവിടെ കിടക്കട്ടെ. അത് ചിലപ്പോൾ അടുത്ത വർഷത്തേക്ക് വരുന്നതായിരിക്കും. ഇല്ലില്ല, ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ഇതിനകത്തെ മറ്റേ തുളിപ്പാന്ന് തോന്നുന്നു. അപ്പം നമുക്ക് എടുക്കാൻ പറ്റില്ല. അതവിടെ ഇരിക്കട്ടെ, മാറ്റി വയ്ക്കാം.
നമുക്ക് ഈ ചട്ടി എടുക്കാം, നല്ല നീല ചട്ടി. ഇതൊന്ന് തുടയ്ക്കണമെന്നുള്ളൂ. തുണി എന്തേ കണ്ണാ? അമ്മ തുടച്ചോണ്ടിരുന്ന തുണി എന്തേ? ഒന്നും ചെയ്യില്ല അവൻ അല്ലേ? അമ്മ ഹെൽപ്പ് ചെയ്യില്ല. തുടച്ച് നല്ല വൃത്തിയാക്കി, നല്ല നീല കളർ അല്ലേ? ഓക്കെ. എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഇനി മണ്ണ് വേണം. മണ്ണ് പോലത്തെ മണ്ണിട്ടു. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ചട്ടികൾക്കൊക്കെ വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാം. ഈ കവർ ഞാനിവിടെ കിടക്കട്ടെ ഇപ്പം. എന്നിട്ട് മണ്ണ് പോരാ, നമുക്ക് കുറച്ചുകൂടി മണ്ണ് വേണം. ഇപ്പൊ വേറെ ചട്ടിയിൽ മണ്ണുണ്ടോ നോക്കട്ടെ. വേറൊരു ചട്ടിയിൽ കുറച്ച് മണ്ണുണ്ട്. ഇത് അങ്ങോട്ട് ഇട്ടാലോ? ഓ, കുറേ ആയിപ്പോയി. എത്ര വേണ്ട, അത്രയും മണ്ണ് വേണ്ട ഞങ്ങൾക്ക്. അപ്പൊ ഇത് കുറച്ചും കൂടി ഇങ്ങോട്ടേക്ക് എടുത്ത് മാറ്റി വെച്ചിട്ടെ. ശരിക്കും എന്തൊരു ബുദ്ധിമുട്ടല്ലേ ഇതൊക്കെ നട്ട് പിടിച്ച് വരാനായിട്ടല്ലേ? അപ്പൊ നമ്മുടെ നാട്ടില് കൃഷി ചെയ്യണവരുടെ ഒക്കെ ഒരു കഷ്ടപ്പാടല്ലേ? പക്ഷെ അതിനോടൊരു ഇഷ്ടം വേണം. അപ്പൊ നമുക്കത് കഷ്ടപ്പാടായിട്ട് തോന്നൂല. ചില യൂട്യൂബൊക്കെ കണ്ടിട്ടില്ലല്ലേ എന്തോരം കൃഷികളാക്കിയിട്ട്. അപ്പൊ ശരിക്കും നമുക്ക് എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിനോടൊരു ഇഷ്ടം ഉണ്ടെങ്കിൽ അതൊരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നൂല. ഇത് ഇനിയൊന്ന് ശരിക്കും ഒന്ന് നനക്കി കൊടുക്കാം. ഓക്കെ. എന്നിട്ട് ഓക്കെ, എന്നിട്ട് നമുക്കിനി ഈ ബാക്കിയുള്ള ബിസിലിസ് ഇതിനകത്തങ്ങ് നട്ടാലോ? ഓക്കെ, നന്നായിട്ട് ഇതാക്കി വേണമെങ്കിൽ ഒരു ഇച്ചിരി നമ്മുടെ വളവും കൂടി ഇട്ടേക്കാം. ഒന്ന് മിക്സ് ചെയ്യാം അല്ലേ? എന്നിട്ട് ബിസിലിസിനകത്തേക്ക് നടാം. ഇവിടെ ഒരെണ്ണം ഇവിടെ പോവും, ഒരെണ്ണം ഇവിടെ പോവും. ഒരെണ്ണം ഇവിടെ പോവും, ഒരെണ്ണം ഇപ്പുറത്തോട്ട് പോവും. ഞാൻ ഒരെണ്ണം കൂടി മേടിച്ചിട്ടുണ്ടായല്ലോ. തീർന്നോ ബിസിലിസി? ആയില്ല. ബിസിലിസി ആയാലും ബിസി ആയാലും ലിസി എന്തായാലും ബിസിയാ. ഒരെണ്ണം ഇവിടെ നട്ടു. ഇത് ആർത്ത് വരട്ടെ കേട്ടോ. ഇതിങ്ങനെ നന്നായിട്ട് ആർത്ത് വന്നോളും. അങ്ങനെയാണ് ശരിക്കും. ഓക്കെ, അപ്പൊ ഇത് ഒരു ചട്ടി കൂടി റെഡിയായി. നീല. ഇനി ബിസിലിസി ഉണ്ട്, ലൊബീലിയ ഉണ്ട്. ഇതൊരു പ്രത്യേക രീതിയിലുള്ളതാണ്. ഇത് നമുക്കിങ്ങനെ ഹാങ് ചെയ്തിടാം എവിടെയെങ്കിലും. ഇത് കഴിഞ്ഞ വർഷം നമ്മൾ മേടിച്ചതാ. അപ്പൊ ഇത് രണ്ടെണ്ണം ഉണ്ട് ഒരേപോലത്തെ. അപ്പൊ ഇതിനകത്ത് നമുക്ക് ലൊബീലിയ നട്ടാലോ? ലൊബീലിയ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് ഇതിനകത്ത്. ഒന്ന് മണ്ണൊന്ന്, പക്ഷെ ഒരെണ്ണേ നടാൻ പറ്റുള്ളൂ. ഒരു ലൊബീലിയാന്ന് തോന്നണേ. കുറച്ച് സ്ഥലമുള്ളൂ. ആദ്യം കുറച്ച് മണ്ണ് മാറ്റണം, കാരണം ഇതിനകത്ത് ഒരുപാട് മണ്ണ്. മണ്ണ് കുറച്ച് മാറ്റിയിട്ട് ഇതിന്ന് മാറ്റാം. എന്നിട്ട് ഒരു ലൊബീലിയ പോരട്ടെ. നോക്കട്ടെ, രണ്ടെണ്ണം നടാൻ പറ്റുമോ നോക്കാം. ഇല്ലാന്ന് തോന്നുന്നു, ഇതിനകത്ത് ഒരെണ്ണേ പറ്റുള്ളൂ. ഒരെണ്ണം കൂടി നോക്കട്ടെ. ഒരെണ്ണം കൂടി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പൊ ഇടതൂർന്ന് വരട്ടെ. കുറച്ച് ചെയ്തിട്ടേക്കാല്ലേ. ഓക്കെ, ഇതുപോലെ കാണിച്ചു തരട്ടെ. ഇതുപോലെ നമുക്കിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇടാം, തൂക്കിയിടാം. അപ്പോൾ ഇപ്പോൾ ഒരു സ്ഥലത്ത് കൊണ്ട് വെച്ചിട്ട് മറ്റതും കൂടി ശരിയാക്കട്ടെ കേട്ടോ. രണ്ടിലും നമുക്ക് ലൊബീലിയ അങ്ങ് നടാം. കഴിഞ്ഞ വർഷം ഞാൻ വളം ഇട്ടതാ ഈ ഇലയൊക്കെ കൂടി. ഒരെണ്ണം ഇവിടെയും ഒരെണ്ണം ഇവിടെയും, രണ്ടും പോട്ടെ. താഴെ
താഴേക്ക് ഇറക്കിയിട്ട് ഇച്ചിരി കോഴിവളവും കുറച്ച് മണ്ണും വേണം. ഇതിൻ്റെ ഈ ഇലക്ക് ഈ പൂവുണ്ടല്ലോ ഒരു പ്രത്യേക ഭംഗിയാണ് പൂവിനെ. ഭയങ്കര ക്യൂട്ടാ എന്നുവെച്ചാൽ ചെറിയ പൂവല്ലേ. ഇപ്പൊ 2 എണ്ണം റെഡി ആയിട്ടുണ്ട്. രണ്ടെണ്ണം റെഡി ആയിട്ടുണ്ട്. നമുക്കിപ്പോൾ എവിടെയെങ്കിലും ഒന്ന് തൂക്കിയിടാം, എന്നിട്ട് നമുക്ക് നോക്കാം പിന്നെ എവിടെയാണ് ചെയ്യുന്നത്. ഇവിടെ തൂക്കിയിടാൻ പറ്റുമോ നോക്കട്ടെ. ഒരെണ്ണം അവിടെ തൂക്കിയിടട്ടെ, ഒരെണ്ണം അപ്പോഴത്തേക്ക് അവിടെ ഒന്ന് തൂക്കിയിടാം, എന്നിട്ട് പിന്നെ നമുക്ക് നോക്കാം അല്ലേ. ഓക്കെ, അപ്പം ലൊബീലിയ കഴിഞ്ഞു. ഇനി നമുക്കുള്ളത് ഒരു ബിസിലിസിയും കൂടി ഉണ്ട്. ഒരു ചട്ടിയിൽ പോവും, എടുത്തും കറക്റ്റാണ് ചട്ടി. ഈ ചട്ടി തന്നെ ആയാലോ, ഈ കളറും ഒക്കെ അല്ലേ. നിങ്ങൾ ഹാപ്പിയാണോ ഈ കളറ്? ഓക്കെ, ഇതിനകത്ത് നമുക്ക് പുതിയ ചാക്ക് പൊട്ടിക്കണം. ഇതാണ് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ, ഇങ്ങനെയാണ് വരുന്നത്. നല്ല കനമുണ്ടേ. ഓക്കെ, ഇതിൽ നിന്ന് കുറച്ച് മണ്ണ് അങ്ങോട്ടേക്ക് മാറ്റണം നമുക്ക്. നിങ്ങൾ കമൻറ്റ് ചെയ്യണേ എന്തൊക്കെ പച്ചക്കറി നിങ്ങളുടെ വീട്ടിലുണ്ടെന്ന്. മുളകോ തക്കാളിയോ വെണ്ടയ്ക്കോ പാവയ്ക്കോ എന്തെങ്കിലുമൊക്കെ ഉള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമുക്കത് വായിക്കാൻ തന്നെ ഒരു രസമല്ലേ, ഭയങ്കര ഇഷ്ടമല്ലേ. ഇവിടെ ആകെ ഒരു പ്രശ്നമുള്ളതേ, ഇവിടെ ഒച്ചുണ്ട്. അത് കളയാനായിട്ടുള്ളൊരു മരുന്നുണ്ട് ഇവിടെ, പക്ഷെ അതിങ്ങനെ ചത്ത് കിടക്കണമെന്ന് എനിക്കൊരു വിഷമ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, ഒച്ച് കയറാണ്ട് എന്തെങ്കിലുമൊക്കെ സ്റ്റൂളിൻ്റെയോ അതിൻ്റെയൊക്കെ പുറത്ത് കൊണ്ട് വയ്ക്കും. ഈ മണ്ണ് വാങ്ങിച്ചിട്ട് കുറച്ച് നാളായി, അപ്പം അതുകൊണ്ട് നല്ല ഭയങ്കര ഈർപ്പം. അതിനെ ഈർപ്പമില്ലാത്ത മണ്ണും കൂടി ഞാൻ മിക്സ് ചെയ്തിട്ട് കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പം കൂടുതൽ ഇതായാലോ. ഞാൻ നോക്കിയിട്ട് വരട്ടെ, ഈർപ്പമില്ലാത്ത മണ്ണ് എവിടെയെങ്കിലും ചട്ടിയിലിരിപ്പുണ്ടോ. കുറച്ച് കിട്ടി ഇവിടുന്ന്, ഇത് നമുക്ക് ഇതിനകത്തേക്ക് ഇടാം. അത് പോരാ, കുറച്ചുകൂടി വേണം. നോക്കട്ടെ പുറത്തുണ്ടോന്നേ. ഇവിടെ ഞാൻ കുറച്ച് ചട്ടികളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് കെട്ടാനും ഇങ്ങനെ കോലും ഒക്കെ എടുത്ത് സൂക്ഷിച്ച് വെക്കും, അല്ലെങ്കിൽ നമുക്ക് ആവശ്യ സമയത്ത് കിട്ടൂല. അപ്പം നമുക്ക് ഈ മണ്ണ് ഇങ്ങോട്ടേക്ക് ഇടാം. എന്തായാലും ഇവിടെയൊക്കെ ക്ലീൻ ചെയ്യാൻ കിടക്കുക. നീ മടുത്തോടാ, നീ മടുത്തോ? നമുക്ക് പൂക്കളൊക്കെ ആയിട്ടേ നമുക്ക് കൂട്ടുകാരെ കാണിച്ചു കൊടുക്കണ്ടേ, കൂട്ടുകാരെ കാണിച്ചു കൊടുക്കണ്ടേ. ഓക്കെ, അപ്പൊ നമുക്ക് ബിസിലിസി നടാനുള്ളതായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങെടുക്കട്ടെ. ഇതിന്റെ കളർ ഒരു സൈസ് പിങ്ക്. ഞാൻ ഇങ്ങനെ ആദ്യമായിട്ടാണ് വീഡിയോ എടുക്കണേ കേട്ടോ, ഇങ്ങനെ ഇത്രയും നീളത്തിൽ, ഇത്രയും ലോങ് വീഡിയോ. നല്ല നമ്മുടെ നാട്ടിലെ മഷിത്തണ്ടില്ലേ, അതുപോലെ തന്നെ മഷിത്തണ്ടിനെ പറ്റിയൊക്കെ എന്തോരല്ലേ നമുക്ക് പറയാനുള്ളത്. ഇത് ഒരെണ്ണം ഇവിടെ പോട്ടെ, ഒരെണ്ണം ഇവിടെ പോട്ടെ, ഒരെണ്ണം കൂടി ഇവിടെ പൊക്കോളൂ. ഒരെണ്ണം കൂടി നടുക്ക് നന്നായിട്ട് ഇട തൂർന്ന് വന്നോളൂ. 5 എണ്ണം നട്ട് ഞാൻ. വന്നാൽ മതി, എല്ലാം അങ്ങനെ പിടിച്ചിങ്ങോട്ട് വരണം. എന്നിട്ട് ഇത്തിരി കോഴിവളവും. ഞാൻ കഴിഞ്ഞ വർഷം മുട്ടത്തൊണ്ടും ചായപ്പൊടിയും കൂടി പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ വർഷം ചെയ്തിട്ടില്ല, ചെയ്യണം. റോസിനൊക്കെ കഴിഞ്ഞ വർഷം അത് ഇട്ട് കൊടുത്തായിരുന്നേ. ഈ വർഷം ഞാൻ ഒന്നും ഇട്ടില്ല, പക്ഷെ ഇഷ്ടംപോലെ റോസ് ഉണ്ടായി ഈ പ്രാവശ്യം. നമുക്ക് എൻ്റെ ആ ചുമന്ന റോസൊക്കെ വിടർന്ന് നിൽക്കുക. ഒരു ദിവസം ഒന്ന് വീഡിയോ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ എവിടെ പോയി വീഡിയോ എടുത്താലും നമ്മുടെ വീട്ടിലെ റോസിന് ഒരു പ്രത്യേകത ഉണ്ടല്ലോ. ഓക്കെ, അപ്പം അത് റെഡിയായി. ഓ സൂപ്പർ. അപ്പം മാറ്റി വയ്ക്കുവാണ് ഇവിടെ എല്ലാവരും.
ഇനി ഒരു പ്രത്യേക രീതിയിലുള്ള ഒരെണ്ണമുണ്ട്. എന്താണെന്നറിയോ? അവിടെ നിന്ന് ഡാലിയയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ വില കുറവായിരുന്നെന്ന്. അപ്പം അതിൻ്റെ തൈകൾക്ക് ഇന്ന് തീരെ വില കുറവായിരുന്നു. അപ്പം ഞാൻ 2 മേടിച്ചു. ഒന്ന് മഞ്ഞയും ഇത് മിക്സ്ഡ് ആണിത്. അപ്പം കഴിഞ്ഞ വർഷം ഡാലിയ ഇതുപോലെ തന്നെ മേടിച്ചതും പിന്നെ എനിക്ക് വത്സ ചേച്ചിയുടെ മോള് വന്നപ്പോൾ ഒരെണ്ണം ഗിഫ്റ്റ് തന്നായിരുന്നേ. അതെല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. അപ്പം ആ ചട്ടിയിലേക്ക് തന്നെ നമുക്ക് നടാം. അപ്പോൾ ഒരെണ്ണത്തിൽ തന്നെ കൂടുതലാവട്ടെ. നോക്കട്ടെ പറ്റുമെന്നേ. കണ്ട, ഇതിനകത്ത് മുളച്ച് വരുന്നുണ്ട് ഡാലിയ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിനകത്ത് ഒരു സ്ഥലം ഉണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് ഒരു ഇത് നടാൻ പറ്റുമോ നോക്കട്ടെ. മണ്ണ് നിലക്കി കൊടുത്തു. ഇതൊരെണ്ണം ഇവിടെയൊക്കെ നടാം. കുറച്ച് മണ്ണിടുന്നു അതിനകത്ത്. മണ്ണ് കുറവാണ്. മണ്ണും കുറച്ച് വളം ഇടണം. ഓക്കെ, ഇതിനകത്ത് ഇപ്പം ഓൾറെഡി മുളച്ച് വരുന്നുണ്ട് ഡാലിയ. കാണാമോ? ഉണ്ടോ? ഇത് രണ്ടും മുളച്ച് വരുന്നതാ. ഇത് കളയാ. ഇതിപ്പോൾ ഞാൻ നട്ടു. അപ്പോൾ നമുക്ക് ഇങ്ങനെ നോക്കാം. വേണമെങ്കിൽ ഇവിടെ കൂടി ഒരെണ്ണം നടാല്ലേ? വേണമെങ്കിൽ ഇവിടെ നട്ടു വയ്ക്കാമല്ലോ ഒരെണ്ണം. സ്ഥലമുണ്ടല്ലോ. അല്ലല്ലോ, അവിടെ ഒരു കിഴങ്ങിരിപ്പുണ്ട്. ചിലപ്പോൾ അത് വരുമായിരിക്കും. എന്നാ ഇരിക്കട്ടെ, തുറണ്ടാ. ഓക്കെ, അപ്പോൾ ഇതൊരെണ്ണം റെഡിയായിട്ടുണ്ട്. ഇതും കഴിഞ്ഞ പ്രാവശ്യത്തെ ഡാലിയ ഞാനിങ്ങനെ എടുത്ത് വെച്ചിരുന്നതാണേ. നമ്മൾ വിൻ്റർ ആകുമ്പോൾ എടുത്ത് വെച്ചു. പക്ഷെ ഇത് വരുന്നുണ്ട്. പക്ഷെ ഇതിനകത്ത് ഒരെണ്ണം നടാൻ സ്ഥലമുണ്ടോ നോക്കട്ടെ. സ്ഥലം ഉണ്ടെങ്കിൽ ഇതിനകത്ത് ഒരെണ്ണം നടാം. സ്ഥലമുണ്ട്. ഇവിടെ കിഴങ്ങില്ല. നമുക്ക് ഇവിടെ ഒരെണ്ണം നട്ടെടുക്കാം. നമുക്ക് മിക്സ്ഡ് നടാം. ഇതൊക്കെ ഇങ്ങോട്ട് മുളച്ച് വന്നാ മക്കളെ. ഓക്കെ, ഇവിടെ സ്ഥലമുണ്ടോ നോക്കട്ടെ. ഇവിടെയും സ്ഥലമുണ്ട്. ഇവിടെയും ഒരെണ്ണം നടാം. മിക്സ്ഡ് തന്നെ പോട്ടെ അല്ലേ? അപ്പം അതും അവിടെ നട്ടു. ഓക്കെ. കർണാന്തി കേൾക്കുവാണോടാ. നമുക്ക് എന്നു പോയി. അതിന് ക്ഷീണി. ഓക്കെ, അപ്പം അതെ ഇതും ഇത്ര ഉണ്ട്. കണ്ടാ, ഇത് റെഡിയായി. ഇതൊരു ചെറിയ ചട്ടിയിലുള്ളൊരു ഡാലിയാണേ. ഇത് മുളച്ച് വന്നിട്ടുണ്ട്. ഇതിനകത്ത് സ്ഥലം ഉണ്ടെന്നാ തോന്നണേ. നോക്കട്ടെ. സ്ഥലമുണ്ട്. അപ്പം നമുക്ക് ഇവിടെയും കൂടി ഒരെണ്ണം പോവും. നമുക്ക് മഞ്ഞ നടാം. കുഴപ്പമുണ്ടാവില്ലായിരിക്കും അല്ലേ? മിക്സ് ചെയ്ത് കേട്ടാ. കുറച്ച് ഇച്ചിരി വളം മറ്റതിനകത്തിട്ടില്ലേ ഞാൻ. ഓക്കെ, ഇനി ഇച്ചിരി മണ്ണ് വേണമല്ലോ നമുക്ക്. കണ്ണൂസേ, കണ്ണൂസ് കിടക്കുക. ക്ഷീണായിപ്പോയി അല്ലേ? ക്ഷീണായിപ്പോയി ഇല്ലേടാ? ക്ഷീണായോ? ഇച്ചിരി മണ്ണ് വേണ്ട ഇതിനകത്തേക്ക്. ഓക്കെ, ഇതിനകത്ത് ഇച്ചിരി മണ്ണ്. ഭയങ്കര ഈർപ്പമുള്ള മണ്ണത്. ഇത് കളയാം. ഇത് പറിച്ച് കളയാം. ഓക്കെ, നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ ഞാൻ പറയണത്? അപ്പം ഇതും റെഡി. ഇത് കൊണ്ടേക്കാം. ഇതും ഒരു വലിയ ചട്ടിയാണേ. ഇതിനകത്തും ഡാലിയായിരുന്നു. പക്ഷെ മുളച്ച് വന്നിട്ടില്ല. നോക്കട്ടെ എന്താ സംഭവിച്ചേക്കണേ. ചിലപ്പോൾ മുളച്ച് വരുമായിരിക്കും അല്ലേ? എന്തൊക്കെ കാണുന്നുണ്ട്. എന്നാലും നമുക്ക് കിഴങ്ങില്ലാത്തടത്ത് ഇത് കുറേ ഉണ്ട് ഇതിനകത്ത്. ഇങ്ങോട്ടേക്ക് ഇപ്പം ഈ കളയാനുള്ളിലേക്ക് ഇട്ട് വയ്ക്കാം. ബാക്കി ഇവിടെ ഒരു സ്ഥലമുണ്ട്. എന്തായാലും ഓരോന്ന് നോക്കി നടാം. അവിടേക്ക് പിന്നെ മണ്ണ് കിട്ടിയില്ല. അങ്ങനെ കുഴപ്പമുണ്ടാവില്ലായിരിക്കും. പക്ഷെ തൈ നല്ല തൈയാണേ കണ്ടിട്ട്. ഇനി ഇവിടെ സ്ഥലമുണ്ട്. ഇതിൽ ചിലപ്പോൾ കിഴങ്ങ് ദ്രവിച്ചു പോയി കാണും തോന്നുന്നുണ്ട്. അതും നട്ടൂടെ. നട്ടു. നോക്കട്ടെ ഇവിടെ ഉണ്ടോന്ന്. പിന്നെ ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ഇതിലെ നമ്മൾ നട്ടിരുന്നതൊക്കെ ചീത്തയായി പോയി തോന്നുന്നു. അപ്പം നമുക്ക് ഇനിയും നടാം. ഇവിടെ എന്താ സംഭവിച്ചേ?
ഇവിടെയുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് എല്ലാ ഡാലിയും ഞാൻ 4 നട്ടു അതിനകത്ത്. അതും റെഡിയായി. നല്ല പച്ച ചട്ടിയല്ലേ. ഇത് ഉടക്കി പോട്ടെ. അതിനിടയ്ക്ക് അവിടെ വേറൊരു സംഭവമുണ്ട്. ഇത് കൊണ്ടേ അവിടെ വെക്കട്ടെ. കണ്ടല്ലോ അല്ലേ. ഇത് കഴിഞ്ഞ വർഷം ലാസ്റ്റ് ആയപ്പോഴാണ് എനിക്ക് കിട്ടിയത്. പക്ഷെ ഇത് വേറെ ഒരെണ്ണത്തിലേക്ക് നടണം. ശരിക്കും നമുക്കിപ്പോൾ നടാം. കഴിഞ്ഞ വർഷം നട്ടില്ല. അപ്പം ഇതും അതിൻ്റെ ഒരു ചട്ടിയാണ്. നല്ല വലിയ ചട്ടിയാ. ഇതിനകത്ത് എന്താ സംഭവിച്ചത് നോക്കട്ടെ. ഇത് ഡാലിയായിരുന്നു. അതൊക്കെ ഓരോ വർഷം ഓരോരുത്തർ ഗിഫ്റ്റ് തരുന്നതാണേ. നമ്മളിത് കളയാണ്ടെടുത്ത് വയ്ക്കും. ഇതൊരു ഡാലിയുടെ ഒരെണ്ണം വന്നിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ കളയാം. പിന്നെ ഈ ചവറൊക്കെ ഇട്ട് കൊടുക്കും ഞാൻ ചിലപ്പം ഈ വളത്തിന് വേണ്ടിയിട്ടേ. കുറേ നേരമല്ലേ വീഡിയോ. ഓക്കെ, അപ്പോൾ ഈ കമ്പിയൊക്കെ ഞാൻ എടുത്തു വയ്ക്കും നമുക്ക് കെട്ടാനായിട്ട്. കോലൊക്കെ വെച്ച് കെട്ടണ്ടേ, അതിന് വേണ്ടിയിട്ട്. അവിടെ കിടക്കട്ടെ. അപ്പം നമുക്കിവിടെ കുറച്ച് ഈ നല്ല ഡാലി ഇവിടെ അങ്ങ് നട്ടാലോ അല്ലേ. അതിനെന്തായാലും ഒരു നല്ല സ്ഥലം വേണം. വേണ്ട, ഏതാ കളറ്? ചുമപ്പാണ്. നമുക്കിവിടെ അങ്ങ് നട്ടു കൊടുക്കാം. എന്തായാലും നല്ല ചട്ടി അവിടെ ഇരുന്നോളൂ. ഓക്കെ, അതിൻ്റെ കൂടെ നമുക്ക് ഒരു ഡാലിയുടെ തൈ ഇവിടെ നടാം. ഒരു തൈ ഇവിടെ നടാം. ഇവിടെ സ്ഥലമുണ്ട്. വേണമെങ്കിൽ ഇവിടെ ഒരു നടാലോ. ഒരെണ്ണത്തിൽ തന്നെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പം. പക്ഷെ ചിലർ പറയുന്നത് ഇത് താഴെ നടണമെന്ന് പറയണേ. താഴെ നടാനായിട്ട് നമുക്ക് അത്ര അങ്ങോട്ട് സൗകര്യം ഇല്ല. ഇവിടെ ഫ്രണ്ട് നടാൻ പറ്റില്ല. കഴിഞ്ഞു. പിന്നെ ഇവിടെ നടാം. ഇച്ചിരി കോഴിവളവും ഇച്ചിരി മണ്ണും ഇട്ടങ്ങ് സെറ്റാക്കാൻ. സെറ്റായി. ഇതിനെയും കൊണ്ടേ നമുക്ക് അവിടെ നിന്ന് സ്ഥലം ഉണ്ടാക്കട്ടെ. കൊണ്ടേ അവിടെ കൊണ്ടുവയ്ക്കട്ടെ കേട്ടോ. ഇപ്പൊ ഇന്ന് വാങ്ങിച്ചു കൊണ്ടുവന്നത് എല്ലാം നട്ടു കേട്ടോ. ഇതിനകത്തൊക്കെ നമുക്ക് വെള്ളം നനയ്ക്കാം. ഞാനിതൊക്കെ നൂരട്ടെ. വെള്ളം നനയ്ക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. എല്ലാവർക്കും അറിയാം നല്ല രസമല്ലേ വെള്ളമൊക്കെ നനയ്ക്കണ കാണാൻ രസമല്ലേ. ഒരു ഓസ് ഉണ്ട് ഇവിടെ. ഒന്ന് റെഡിയാക്കിയാൽ മതി. ഇത് മാറ്റി വെക്കട്ടെ. എനിക്ക് ഗ്ലൗസ് 2 നടുമ്പോഴേ ഈ നഖത്തിൻ്റെ ഉള്ളിലൊക്കെ പോവും. ഒരു ഈർച്ചയാ, അതുകൊണ്ടാട്ടോ വെച്ചത്. വെള്ളം റെഡിയാക്കട്ടെ കേട്ടോ. ഇവൻ എന്ത് ചെയ്തോ അറിയോ, വെള്ളം കുടിക്കാൻ വരുന്നേ അല്ലേടാ. നമുക്ക് മൂടി വെക്കണ്ടേ കണ്ണത്. നമുക്ക് ആ പ്ലാസ്റ്റിക്കിൻ്റെ കൂടിട്ടിട്ടേ മൂടി വെക്കാം. ഇതിനകത്ത് വെള്ളം വീണിട്ടുണ്ടെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുമോ? ഇത് വേണ്ട നീരാക്കാം. ഇങ്ങനെ വയ്ക്കാം. സേഫ് അല്ലേ? നീ വെള്ളം കുടിക്കാൻ വരുമോ? അമ്മ നനച്ചോട്ടെ, നനച്ചോട്ടെ അമ്മ. ഓസ് ഉണ്ട് ഇവിടെ. വെള്ളം നിൽക്കട്ടെ. അവന് മനസ്സിലായി വെള്ളം ഞാൻ ഓൺ ചെയ്തിരുന്നു. നമ്മുടെ ഗാർഡൻ ഒന്ന് ശരിയാക്കാൻ കിടക്കും. ഇതിട്ട് ശരിയാക്കാൻ പറ്റിയിട്ടില്ല. ഈ വർഷം അറിയില്ല. ഇനി അടുത്ത വർഷമെങ്കിലും ഇതൊക്കെ ഒന്ന് ശരിയാക്കി കഴിയുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒക്കെ നടാം. ഞാൻ ആദ്യത്തെ ദിവസം അവന് വേണം. കുടിച്ചോ കുടിച്ചോ. എന്നാ വാ, എന്നാ കുടിക്ക്. വാ ഇങ്ങോട്ട് വാ, അവർ കാണട്ടെ. മതിയോ?
മതിയാ? നമ്മൾ നനയ്ക്കട്ടെ ഇനി. ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്യുള്ളൂ. എടാ നനയ്ക്ക. ഓ അമ്മയുടെ കൈ. കണ്ണാ ഒന്നും സമ്മതിക്കില്ല നനയ്ക്കാനൊക്കെ. ഇങ്ങനെ നനയ്ക്കാം. ഇങ്ങനെ കുത്തി ഒഴിക്കണ ഇഷ്ടമല്ല എനിക്ക്. നന്ന കുടിക്കുന്ന മോനെ കുടിക്കുന്ന ചുറ്റും കുടിച്ചിട്ട് നോക്കാം. ഇനി മതി. ഓക്കെ, അത് നനച്ചു. പിന്നെ നമ്മുടെ ലൊബീലിയ കുട്ടിൻ്റെ ഇവിടെ ഉണ്ടല്ലോ. അതിൻ്റെ അത് മുകളിൽ വെച്ചിരിക്കണം ഞാൻ അവിടെ. ഓക്കെ, പിന്നെന്തായിരുന്നു? എടുക്കട്ടെ ഇവിടുന്ന്. കണ്ണ മാറിയ നീ കണ്ണ മാറ്. ഇങ്ങോട്ടേക്കൊന്ന് തിരിക്കാട്ടോ. അവനവിടെ നിന്നിട്ട് അത് കുടിക്കാൻ വന്നിരിക്കുവന്നേ. നോക്കട്ടെ. കണ്ണ മാറി. നമ്മൾ പോയി നനക്കട്ടെ കണ്ണ. ഇതൊക്കെ നമ്മളിന്ന് നട്ടതാണേ. കാണാൻ പറ്റുന്നുണ്ടോ? ഓ, അവൻ പിന്നെയും വന്നു. കണ്ണ ഞാൻ നിന്നെ അകത്താക്കൂട്ടോ. അതുകൊണ്ട് നമ്മുടെ ചെടിയൊക്കെ നിന്ന് ശരിയാക്കും. നമ്മ കുളിപ്പിക്കൂട്ടോ നനി പിടിച്ചിട്ട്. നീ പോ. നീ ഇല്ല. നോ നോ നോ. കുറച്ച് വെള്ളം ഒഴിക്കട്ടെ. നമ്മുടെ തക്കാളി, നമ്മുടെ ക്യാപ്സിക്കം, നമ്മുടെ വഴുതനങ്ങ, നമ്മുടെ തക്കാളി, നമ്മുടെ ഡാലിയക്കുട്ടൻ, നമ്മുടെ ഇതെന്താന്ന് അത് നമ്മുടെ ഇതായിരുന്നു. കണ്ണ മാറി. കണ്ണ പോയി അങ്ങോട്ട് പോയേ. എന്തിനാടാ അമ്മ എങ്ങനെ ഉപദ്രവിക്കണ നീ? എന്നാ കുടിക്കും. ഇത്ര ഇഷ്ടം നിനക്ക് വെള്ളം? അവൻ ഇതിൽ നിന്ന് ഇങ്ങനെ കുടിക്കാനാ? കണ്ണ മാറി. അമ്മ വെള്ളം ഒഴിക്കട്ടെ. മാറ്. ദേ വിളിക്കണു. ദേ അങ്ങോട്ട് വിളിക്കണു. ചെല്ല്. Go. Go. Anna, go. Okay, mati Anna. Go. Kanna പോയി. നമ്മ കൊണ്ടേക്കാം. അപ്പോൾ ഇത്രയും ചെടി നട്ടു. ഈ വർഷം ആദ്യമായിട്ടാണ് ഇത്രയും ചെടി നട്ടത്. ഭയങ്കര സന്തോഷം. നിങ്ങളുടെ കൂടെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെടി നടുന്നത്. ഞാനിങ്ങനെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്കൊരു അറിയില്ലായിരുന്നു ഇങ്ങനെയൊക്കെയാണ് എടുക്കണേ. എന്നിട്ടൊന്നും എടുത്തു നോക്കി. ശരിയായെന്ന് അറിയില്ല. എന്തായാലും ലോങ് വീഡിയോ ആയിരിക്കും. നിങ്ങൾ കാണുവാണെങ്കിൽ എനിക്ക് സന്തോഷം. എൻ്റെ എന്താ പറയണേ, കൃഷിക്കാർ വ്യൂവേഴ്സാണ് എൻ്റെ. അപ്പം നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെയാണ് കൃഷിയുള്ളതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ എന്താ വരുന്നു, വേറെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു പറയാനായിട്ട്. അത് അടുത്ത വീഡിയോയിൽ പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കില്ലേ. അപ്പോൾ നമ്മുടെ ഡാലിയക്കുട്ടന്മാരും ചീരയും ലിസിബിസിയും ലൊബീലിയയും പിന്നെന്തായിരുന്നു, പിന്നെ ഡാലിയ, പിന്നെ നമ്മൾ കുറച്ച് പച്ചക്കറി ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം വരട്ടെ. അപ്പോൾ ഇതെല്ലാം കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ